ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ svlog. നമുക്ക് A4 ഷീറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്റ്റാർ ചെയ്യാനായിട്ട് ഇതുപോലത്തെ 2 A4 ഷീറ്റാണ് കേട്ടോ വേണ്ടത്. ഇനിയിപ്പോൾ അതിൽ നിന്നായിട്ട് നമുക്ക് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഞാനൊന്ന് അളന്നെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ 21 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് തന്നെ ഇങ്ങോട്ടേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് എത്രത്തോളം വലിപ്പത്തിലുള്ള സ്റ്റാറാണ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ആ ഒരു സ്ക്വയറിൻ്റെ ലെങ്ത്ത് കൂട്ടി കൊടുക്കാം കേട്ടോ. കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ 2 പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ആ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്കതൊന്ന് മടക്കിയെടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും അങ്ങനെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു പേപ്പറിൻ്റെ നടുഭാഗം വെച്ചിട്ട് വീണ്ടും നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ പേപ്പർ സ്റ്റാറൊക്കെ ചെയ്യാനായിട്ട് മിക്കവർക്കും അറിയായിരിക്കും. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യണത്. ഒന്ന് മടക്കിയെടുത്തപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ 4 സൈഡിലായിട്ട് നമുക്ക് 6 സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വേണമെങ്കിൽ മാത്രം ഇതുപോലെ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഏകദേശം ഒരു അളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൈഡും കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ കിട്ടും കേട്ടോ. ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് 4 സ്ക്വയർ ഷേപ്പിൽ കിട്ടിയിട്ടില്ലേ, അവിടെയായിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ 4 സൈഡ് നമ്മളൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഓരോ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കണം. എന്നിട്ട് ആ ഓരോ സൈഡും നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ നോക്കുക, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ നമ്മൾ ഇതുപോലത്തെ 2 പീസായിരുന്നു കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു പീസ് ഉണ്ടല്ലോ, അതും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ 4 സൈഡ് ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു പീസ് ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്നതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ട് അടുത്തൊരു പീസ് അതിന്മേലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പേപ്പർ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിലായിട്ട് ഒരു കുഞ്ഞ് ബൾബൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.